तो बनाने के लिए बहुत टाइम चाहिए। ഹലോ ഗൈസ്, എൻ്റെ ഈ ബിഹാരി ഫ്രണ്ടിൽ നെടുവർപ്പെടുന്നത് ഇതിങ്ങനെ ഇല വേറെ തണ്ട് വരെ നുള്ളി എടുക്കുന്നതിനെ പറ്റിയാണ്. ഇതാണ് മേത്തിപ്പത്ത അഥവാ നമ്മുടെ ഉലുവയില, ഉലുവച്ചീരെന്നൊക്കെ പറയും. കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇത് ഉണങ്ങിയെടുത്താണ്. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുകഷ്ണം തിന്നുന്നതാണല്ലോ വെപ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള ആലുമേത്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒഴിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. അതാണ് ഞങ്ങൾ സർസു എന്ന് കളിയാക്കി വിളിക്കുന്ന സർസം കത്തേൽ അഥവാ കടുകെണ്ണ. കടുകെണ്ണ നമ്മൾ നല്ല രീതിയിൽ മൂപ്പിച്ച് നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം അതിനകത്ത് എന്തെങ്കിലും ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ കറിക്കൊരു പ്രത്യേക അരുചി ഉണ്ടായിരിക്കും. ഈ പാത്രങ്ങളൊന്നും കാണുമ്പോൾ ആർക്കൊന്നും തോന്നരുത്. കാരണം ഞങ്ങളുടെ പൂർവികരായിട്ട് ഹോസ്റ്റലിൽ കത്തിച്ച് നശിപ്പിച്ച് തലമുറകളായി കൈമാറി വന്നൊരു പുരാവസ്തുവാണ് ഇത്. നമ്മളോട് സ്ഥിരം നിൽക്കാത്തതുകൊണ്ട് നമ്മൾ പുതിയത് മേടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊന്ന് ശരിക്കും അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് സെറ്റായി കിഴക്കും ഉടച്ചെടുത്ത് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ശരിക്കും നല്ല കാച്ചുമോരുണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയാണ് ഇവിടെയുള്ളവർ ഇത് കഴിക്കുന്നത്. അങ്ങനെ ആലുമേത്തിക്ക് സബ്ജി റെഡി.